പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയും അനുദിന വിശുദ്ധരെയും കുറിച്ച് നമുക്കറിയാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 24, 13 മുതൽ 35 വരെ വാക്യങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൻ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. അനുദിന വിശുദ്ധർ. ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ എക്സ്പെഡൈറ്റ്. സെന്റ് എക്സ്പെഡൈറ്റ് 4-ാം നൂറ്റാണ്ടിൽ അർമേനിയയിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോൾ പിശാച് ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് അത് നാളെയാകാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ആ കാക്കയെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇന്ന് തന്നെ എന്ന് പ്രഖ്യാപിച്ചു. ഈ സംഭവമാണ് അദ്ദേഹത്തെ അടിയന്തര കാര്യങ്ങളുടെ മധ്യസ്ഥനാക്കിയത്. സെന്റ് എക്സ്പെഡൈറ്റിൻ്റെ ചിത്രങ്ങളിലോ രൂപങ്ങളിലോ ശ്രദ്ധിച്ചാൽ താഴെ പറയുന്നവ കാണാം. റോമൻ സൈനിക വേഷം. അദ്ദേഹം ഒരു റോമൻ പോരാളിയുടെ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. കുരിശ്. വലതു കൈയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കുരിശിൽ ഹൊഡി എന്ന് എഴുതിയിട്ടുണ്ടാകും. കാക്ക. അദ്ദേഹത്തിൻ്റെ ഇടത് കാലിനടിയിൽ ഒരു കാക്കയെ ചവിട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. ആ കാക്കയുടെ വായിൽ നിന്ന് ക്രാസ് എന്നെഴുതിയ ഒരു റിബൺ വരുന്നുണ്ടാകും. ഈന്തപ്പനയോല. രക്തസാക്ഷ്യത്തിൻ്റെ പ്രതീകമായി ഒരു ഈന്തപ്പനയോലയും അദ്ദേഹം കയ്യിൽ കരുതാറുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വേഗത്തിൽ പരിഹാരം ലഭിക്കാനും
നിയമപരമായ കാര്യങ്ങൾ അനുകൂലമായും വേഗത്തിലും നടത്താനും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കാനും പഠനത്തിലെ തടസ്സങ്ങൾ മാറാനും യാത്രകൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാനും വിശ്വാസികൾ അദ്ദേഹത്തിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നു.